സോഷ്യൽ പ്രോസസ്സിനകത്ത് രണ്ടാമത് വരുന്ന ഒരു സോഷ്യൽ പ്രോസസ്സാണ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഷ്യൽ പ്രോസസ്സാണ് കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ എന്ന് പറയുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും കേട്ടിട്ടില്ലാണ്. ക്വിസ് കോമ്പറ്റീഷൻ കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പം ഫുട്ബോൾ ടൂർണമെൻറ്റ് എന്ന് പറയുന്ന ഒരു കോമ്പറ്റീഷനാണ്. ക്രിക്കറ്റ് ടൂർണമെൻറ്റ് എന്ന് പറയുന്ന ഒരു കോമ്പറ്റീഷനാണ്. അതേപോലെ തന്നെ എലക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു കോമ്പറ്റീഷനാണ്. അതേപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസുകളുണ്ട്. PSC എക്സാംസ്, അതേപോലെ തന്നെ IAS എക്സാംസ് ഒക്കെ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനകത്ത് എന്താ നടക്കുന്നില്ല കാര്യം നിങ്ങൾ നോക്കുക. ഇവർ IAS എക്സാം ആണെങ്കിൽ ടോട്ടൽ 50 സീറ്റ്സാണ് ഉള്ളതെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 50,000 ആൾക്കാർ ഇതിന് വേണ്ടിയിട്ട് എക്സാം എഴുതുന്നുണ്ടാവും. അപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പീറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു 50 സീറ്റിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നത്. ആകെ 50 പേർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിനുള്ളിലേക്ക് എത്താൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, കുറേ വർക്ക് ചെയ്തിട്ടായിരിക്കും അവർ അതിനടുത്തേക്ക് എത്തുന്നുണ്ടാവുക. പിന്നെ അതേപോലെ തന്നെ ആകെ ഇത്രയും ആൾക്കാരായി 50,000 ആൾക്കാരുണ്ടെങ്കിലും ആകെ 50 സീറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് എന്ത് വരുന്നുള്ളത്, ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നൊരു സംഭവം വരിക. ഓക്കെ, ഇനി നോക്കൂ. കോമ്പറ്റീഷൻ ഈസ് എ ഫണ്ടമെൻ്റൽ ഫോം ഓഫ് സോഷ്യൽ സ്ട്രഗിൾ. അപ്പോൾ ഈ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഒരു ഫണ്ടമെൻ്റൽ ഫോം ഓഫ് സോഷ്യൽ സ്ട്രഗിൾ ആണ്. വേർ ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ് സ്ട്രൈവ് ഫോർ എ ഗോൾ ഓർ റിസോഴ്സ് ദാറ്റ് ഈസ് ലിമിറ്റഡ് ഇൻ സപ്ലൈ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ലിമിറ്റഡ് ഇൻ സപ്ലൈ ആണ്. 50 നമ്പർ ഓഫ് സീറ്റ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ലിമിറ്റഡ് ആണ്. അപ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഗോളോ അല്ലെങ്കിൽ ഒരു റിസോഴ്സോ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലോ സ്ട്രഗിൾ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഇത് അതേപോലെ തന്നെ യൂണിവേഴ്സലാണ്. അതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ ഹ്യൂമൻ സൊസൈറ്റീനകത്ത്. അതേപോലെ തന്നെ ഈ ഒരു കാര്യത്താൽ നമുക്ക് സോഷ്യൽ പ്രോഗ്രസ് ഉണ്ടാവും, അതേപോലെ തന്നെ ചേഞ്ചും ഉണ്ടാവും നമ്മളെ സൊസൈറ്റീനകത്ത്. ഇനി കോമ്പറ്റീഷൻ്റെ മീനിങ് എന്താ നോക്കിയിട്ടുണ്ടെങ്കിൽ, കോമ്പറ്റീഷൻ ഒക്കേഴ്സ് വെൻ റിസോഴ്സസ് ഓപ്പർച്യൂണിറ്റീസ് ഓർ ഗോൾ ആർ സ്കേഴ്സ്. അതായത് റിസോഴ്സസും ഓപ്പർച്യൂണിറ്റീസും ഗോൾസും വളരെ കുറവാണ്, കിട്ടാൻ വേണ്ടി ഭയങ്കര പാടാണ്. അപ്പോൾ ആൾക്കാർ പീപ്പിൾ സീക്ക് ടു അറ്റെയിൻ ദം. അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും, അത് കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, കുറേ കാര്യങ്ങൾ ചെയ്യും, കുറേ വർക്ക് ചെയ്യും. അതേപോലെ തന്നെ പാർക്ക് ആൻഡ് ബർജസ് പറഞ്ഞത് കോമ്പറ്റീഷൻ ഈസ് ആൻ ഇൻട്രാക്ഷൻ വിത്തൗട്ട് സോഷ്യൽ കോണ്ടാക്റ്റ് ആണ് അർത്ഥം. കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഒരു ഇൻട്രാക്ഷൻ ആണ്, പക്ഷേ സോഷ്യൽ കോണ്ടാക്റ്റ് ഒന്നും അവിടെ നടക്കുന്നില്ല. അതേപോലെ തന്നെ ഇത് ഗോൾ ഓറിയൻറ്റഡ് ആണ്. അത് നമുക്കൊരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പോസിങ് ആയിട്ടുള്ള കോമ്പറ്റീറ്റേഴ്സിൻ്റെ അടുത്ത് നമ്മൾ നടത്തുന്ന ഒരു കാര്യമാണെന്ത്, കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു കോമ്പറ്റീഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുന്ന സമയത്ത് സ്കാസിറ്റി ആണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻ. അതായത് വളരെ കുറവായിട്ടുള്ള റിസോഴ്സസിനാണ് എന്താ പറയുക, സ്കാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസും ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്ന സമയത്താണ് കോമ്പറ്റീഷൻ ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ ഈ ഹ്യൂമൻസിന് എപ്പോഴും അൺലിമിറ്റഡ് ആയിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും, പക്ഷേ റിസോഴ്സസ് എന്ന് പറയുന്ന സാധനം എന്താണ്, ഫൈനൈറ്റ് ആണ്. എൻ്റെ എക്സാമ്പിൾ ആണെന്ത്, ജോബ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ജോബ് ഇൻ്റർവ്യൂവിന് ഇപ്പോൾ ഒരു പൊസിഷനിലായിരിക്കും വേക്കൻസി ഉണ്ടാവുക. അതിൽ ചിലപ്പം 30 ആളുകളും ചിലപ്പോൾ എന്ത് ചെയ്യും, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വരും. ഇനി പ്രസൻറ്റ് ഇൻ എഫ്ലുവൻസ് എന്ന് പറയും. അതായത് ഈവൻ നമുക്ക് നല്ലൊരു രീതിയിൽ നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യും, അവിടെ മുകളിലേക്ക് ലക്ഷറിക്കും പവറിനും ഫെയിമിനും വേണ്ടി, അതേപോലെ തന്നെ സ്റ്റാറ്റസിനൊക്കെ വേണ്ടി നമ്മൾ പോരാടും. ഇനി ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഓൾ ഏരിയാസ് ഓഫ് ലൈഫിൽ ഇത് കാണാൻ വേണ്ടി പറ്റും. എഡ്യൂക്കേഷനിലായാലും ബിസിനസ്സിലായാലും സ്പോർട്സിലായാലും പൊളിറ്റിക്സിലായാലും നമുക്കിത് കാണാൻ വേണ്ടി പറ്റും. ഇനി അതേപോലെ തന്നെ ഇത് യൂണിവേഴ്സലാണ്. എല്ലാ സൊസൈറ്റിയിലും എല്ലാ ഫീൽഡ് ഓഫ് ആക്ടിവിറ്റിയിലും നമുക്കിത് കാണാൻ വേണ്ടി പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റുഡൻസ് റാങ്ക്സിന് വേണ്ടിയിട്ട് അവർ പരിശ്രമിക്കുന്നുണ്ട്, കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നാഷൻസ് ഗ്ലോബൽ ഇൻഫ്ലുവൻസിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ട്. ഇത് ഡൈനാമിക്കാണ്. അതായത് ഈ എൻകറേജ് ഇവരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞ സാധനം ഹയർ ആയിട്ടുള്ള എയിമിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ എപ്പോഴും എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി സോഷ്യൽ ചേഞ്ചിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏജൻ്റാണ് ഇത് കോമ്പറ്റീഷൻ. അതായത് ഇൻവെൻഷൻസും ഇന്നോവേഷൻസും പുതിയ ബിഹേവിയേഴ്സൊക്കെ ഇവിടുന്ന് കിട്ടും, ഈ ഒരു കോമ്പറ്റീഷൻ കാരണം നമുക്ക് കിട്ടും. ഇനി പേഴ്സണലും അതേപോലെ തന്നെ ഇംപേഴ്സണലും ആവാം. അതായത് ചില സമയത്ത് അനോണിമസ് ആവാം. ഒരു എക്സാമ്പിൾ എഴുതുന്ന സമയത്ത് നമുക്ക് എന്തെയ്യുന്നില്ല, നമ്മളെ ഐഡൻറ്റിറ്റി പുറത്ത് വരുന്നില്ല. അല്ലെങ്കിൽ ഡയറക്റ്റ് ആവാം. ഇലക്ഷനിലൊക്കെ എന്താണ്, ഡയറക്റ്റാണ്. രണ്ട് ആൾക്കാരെ, ഓപ്പോസിറ്റിലെ ആൾക്കാരെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ഇനി ഇത് ചില സമയത്ത് കൺസ്ട്രക്റ്റീവ് ആവാം അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ആവാം. കൺസ്ട്രക്റ്റീവ് വെച്ചിട്ടുണ്ടെങ്കിൽ സൊസൈറ്റിക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്നതും
അതേപോലെ തന്നെ ഡിസ്ട്രക്റ്റീവ് വെച്ചിട്ടുണ്ടെങ്കിൽ സൊസൈറ്റിക്ക് ഹാംനെസ് ഉണ്ട്. അതായത് മോണോപ്പൊളിസ്റ്റിക് പ്രാക്ടീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാൾ ഹിറ്റ്ലർ പോലെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറയുന്നത് മോണോപ്പൊളി എന്ന് പറയുന്നത്. അപ്പോൾ അവരെന്താണ് അവർ ഒരു സിംഗിൾ ആൾ എല്ലാ കാര്യങ്ങളും ഭരിക്കുന്ന സംഭവം. അതായത് സിംഗിളായിട്ട്, അതായത് ഒരു നമ്മളെന്താണ് ഒരാളെ കാര്യങ്ങൾ മാത്രം രാജഭരണമൊക്കെ പോലുള്ള സംഭവങ്ങൾ അവർക്ക് മാത്രം ഗുണങ്ങളുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഇത് ശരിക്കും നോംസ് വെച്ചിട്ടാണ് ഗവേൺ ചെയ്യുന്നത്. അതായത് മോറൽ ഓർ ലീഗൽ റൂൾസ് ഒക്കെ ഇവിടെ ഉണ്ടാവും ഈ ഒരു കോമ്പറ്റീഷനകത്ത് ഉണ്ടാവും. എന്തിനു വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അൺഫെയർ ആയിട്ടുള്ള പ്രാക്ടീസസ് എല്ലാം പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇത് അൺകോൺഷ്യസ് ആണ്. അതായത് ഇൻഡിവിജ്വൽസ് ഇത് ഇൻഡിവിജ്വൽസ് മേ കംപ്ലീറ്റ് വിത്തൗട്ട് റിയലൈസിങ് ഇറ്റ്. അതായത് റിയലൈസ് ചെയ്യാൻ മുന്നേ തന്നെ ചിലപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും. അത് അറിയാണ്ട് തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും ഈ കോമ്പറ്റീഷനകത്തേക്ക് വന്നിട്ടുണ്ടാവും.